നമസ്കാരം. യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നോ ഉള്ള കപ്പലുകൾക്കും ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കും. എന്നാൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമൂസ് പാത തുറക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ചരക്കുകൾക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന 20% ടോൾ ഈടാക്കാനുള്ള തീരുമാനം അമേരിക്ക പിൻവലിച്ചു. ഇതിന് പകരമായി ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ വമ്പൻ വ്യാപാര നിക്ഷേപ കരാറുകൾ ഏർപ്പെടുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കു ശേഷമാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. ഇക്കാര്യമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയത്. ഇറാന്റെ ക്രൂരവും അക്രമാസക്തവുമായ ഭരണകൂടം രാജ്യത്തെ പൂർണ്ണ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്നാണ് ട്രംപിന്റെ വക കുറ്റപ്പെടുത്തൽ. ഇറാൻ ഇനി ഒരിക്കലും ഒരു ആണവായുധം കൈവശം വെക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇറാനിൽ നടന്ന പ്രതിഷേധങ്ങൾ 52,000 പേർ കൊല്ലപ്പെട്ടതായും അത്തരം കാലഘട്ടങ്ങൾ അവസാനിച്ചതായും ട്രംപ് പറയുന്നു. ലോകത്തെ മൊത്തം എണ്ണവാതക വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഹോർമൂസ് കടലിലൂടെയാണ്. അപ്പോൾ നിലവിൽ സംഘർഷം കാരണം മേഖലയിലെന്ത് സ്വാഭാവികമായും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിച്ചതും എണ്ണവില ഉയരുന്നതും ആഗോളതലത്തിൽ വ്യാപകമായ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഹോർമൂസിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യ നേരത്തെ തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഫീസ് ഈടാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിൽ ഇറാൻ വ്യക്തമായ പ്രതികരണവും നടത്തിയിരുന്നു. അതായത് ഹോർമൂസ് വഴിയുള്ള ചരക്കു നീക്കത്തിന് ഫീസ് ഈടാക്കണമെന്ന നിലപാട് അംഗീകരിക്കുന്നത്, അതായത് എന്തായാലും ഹോർമൂസിലൂടെ പോകുമ്പോൾ ഒരു ഫീസ് നൽകണം, ഈ നിലപാട് ഇറാൻ വ്യാപകമായി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതിന് അർഹത ആർക്കാണ്? ഇറാന് മാത്രമാണ് എന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോർമൂസ് വഴി ചരക്ക് കടന്നു പോകാൻ സുരക്ഷ ഒരുക്കുന്നവർക്ക് ഈ സേവനത്തിന് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകണമെന്നാണ്. ഇപ്പോഴും എപ്പോഴും ഇറാൻ തന്നെയാണ് ഹോർമൂസിന്റെ സംരക്ഷകർ എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ട്രംപ് നിർദ്ദേശിച്ച 20% ഫീസ് വളരെ കൂടിപ്പോയെന്നും തങ്ങൾ ന്യായമായ രീതിയിലെ തുക ഈടാക്കുമെന്നും ഇറാൻ വ്യക്തമായതോടെ ട്രംപ് തന്റെ നിലപാടിൽ അപ്പാടെ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. അതായത് ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഇല്ലേലും പ്രശ്നമില്ല എന്ന നിലപാടിൽ വരെ എത്തിയിട്ടുണ്ട്.